ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്ത് സമുദ്രനിരപ്പിൽ നിന്നും 10,585 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് ബദ്രീനാഥ്. കനത്ത മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശം. നീലകണ്ഠ പർവ്വതനിരയുടെ അടിഭാഗത്തായി അളകനന്ദ നദിയുടെ തീരത്ത് അതിപുരാതനമായ മഹാക്ഷേത്രം നിലകൊള്ളുന്നു. നരനാരായണന്മാർ അനേക വർഷം തപസ്സനുഷ്ഠിച്ച പുണ്യഭൂമിയാണ് ഇത് എന്നാണ് ഹൈന്ദവ വിശ്വാസം. സംസ്കൃതത്തിലും പൂജാക്രമങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള റാവലിനെ നിയമിക്കുന്നത് ബദരീനാഥിലെ ക്ഷേത്ര കമ്മിറ്റിയും ടെഹരി ഗഡ്വാളിലെ മഹാരാജാവും കൂടി ആലോചിച്ചിട്ടാണ്. സ്വർണം, വെള്ളി ഇവ കൊണ്ട് പണിതീർത്ത ഓരോ വലിയ ദണ്ടും ഓരോ ജോഡി സ്വർണ്ണവളകളും രാജോചിതമായ മേൽവസ്ത്രങ്ങളും മേൽശാന്തിയായി അവരോധിക്കുമ്പോൾ ടെഹ്രി രാജാവ് റാവൽജിക്ക് നൽകും. ബദരിപുരിയിലെ കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ് റാവൽജി. അതികഠിനമായ നിഷ്ഠകൾ, ഈ നിഷ്ഠകളിൽ ഊന്നിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോവുക. തണുത്തുറഞ്ഞ മഞ്ഞുമലകളിലൂടെ ചെരുപ്പ് പോലുമില്ലാതെ നഗ്നപാതനായി നടന്നു വേണം റാവലിന് ബദരീനാഥിന്റെ സമക്ഷത്തിൽ എത്തിച്ചേരാൻ. സാധാരണ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലധികമാണ് ബദരീനാഥിലെ റാവലിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ. ഇനി മറ്റൊരു പ്രത്യേകത, എല്ലാ വർഷവും ശ്രമിച്ചിട്ടും കടം തീർക്കാൻ കഴിയുന്നില്ല. കോടാനുകോടികളുടെ സ്വത്തുള്ള തിരുപ്പതി ഭഗവാന് പോലും ബാധ്യതയുള്ള മഹാക്ഷേത്രമാണ് ബദരീനാഥ്. കഴിഞ്ഞ ദിവസം ബദരീനാഥിൽ പുതിയ റാവൽജി അധികാരമേറ്റ വാർത്തകളാണ് പുറത്തുവരുന്നത്. ബദരീനാഥിനെ സാക്ഷി നിർത്തി അമർനാഥ് നമ്പൂതിരിക്ക് സ്വർണ്ണ ചെങ്കോലും മൂലമന്ത്രവും കൈമാറി ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി. രണ്ടുപേരും കണ്ണൂർ സ്വദേശികളാണ്. പരമ്പരാഗത വിധിപ്രകാരം ബദരി വിശാൽ ധാമിൽ നടന്ന ചടങ്ങിൽ അമർനാഥ് നമ്പൂതിരി പുതിയ റാവലായി നിയോഗിതനായി. ശനിയാഴ്ച മുതൽ സംസ്ഥാന കൈമാറ്റവുമായി ബന്ധപ്പെട്ട പൂജകൾ ക്ഷേത്രത്തിൽ ആരംഭിച്ചിരുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ചടങ്ങുകൾക്ക് മുന്നോടിയായി ഈശ്വരപ്രസാദ് നമ്പൂതിരി പഞ്ച തീർത്ഥസ്ഥാനങ്ങളായ വിഷ്ണുപതി ഗംഗ, അളകനന്ദ നദി, ഋഷിഗംഗ, കുർമുധുര, പ്രഹ്ലാദ് ദ്വാര, നാരദ് കുണ്ട് എന്നിവിടങ്ങളിൽ സ്നാനം ചെയ്തു. തുടർന്ന് അദ്ദേഹം പഞ്ചശിലകളായ നാരദശില, നരസിംഹശില, വരാഹശില, ഗരുഡശില, മാർക്കണ്ഡേശില എന്നിടങ്ങളിൽ ദർശനവും നടത്തി. അഭിഷേക പൂജ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ബദരീനാരായണന് നിവേദ്യം അഥവാ ബാൽഭോഗ് സമർപ്പിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം നിയുക്ത റാവലിന് സ്വർണ്ണ ചെങ്കോൽ കൈമാറിയത്. ഞായറാഴ്ച വൈകുന്നേരം മുതലുള്ള എല്ലാ പൂജകൾക്കും റാവൽ അമർനാഥ് നമ്പൂതിരിയാണ് നേതൃത്വം നൽകുക. ബദരീനാഥ് ധാമിലെ 21ാമത്തെ റാവലാണ് അദ്ദേഹം. 4 വർഷക്കാലമായി പ്രധാന റാവൽജിയുടെ സഹായം ഉപരിശിഷ്യനുമായ നൈബ് റാവൽ സ്ഥാനം പാലിച്ചു പോവുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കുളപ്പുറത്ത് വാരണക്കോട്ടിലത്ത് മുരളീധരൻ നമ്പൂതിരിയുടെ മകനാണ് അമർനാഥ് നമ്പൂതിരി. ഇരിങ്ങാലക്കുട വേദപഠനശാലയിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. കണ്ണൂർ പിലാത്തറ വടക്കേ ചന്ദ്രമന ഇല്ലത്തെ വിഷ്ണു നമ്പൂതിരിയുടെയും സുഭദ്ര അന്തർജനത്തിന്റെയും മകനാണ് ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി. 2013 അദ്ദേഹം ബദരീനാഥിലെ മുഖ്യ പൂജാരിയായി ചുമതലയേൽക്കുന്നത്. പ്രായമായ അമ്മയെ പരിചരിക്കാനായാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. ബദരി വിശാലിന്റെ പ്രതിപുരുഷനായാണ് ജനങ്ങൾ റാവൽജിയെ കാണുന്നത്. റാവൽജിക്ക് ആധ്യാത്മിക തലത്തിലും ഔദ്യോഗിക തലത്തിലും വളരെയധികം അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് ഉള്ളത്. നൈബ് റാവൽജി സ്ഥാനങ്ങളിലേക്ക് താൽക്കാലിക നിയമനം നടത്തി ദേവഗണങ്ങളുടെ അനുമതിയോടെ പിന്നീട് സ്ഥിരപ്പെടുത്തുകയാണ് പതിവ്. ജഗദ്ഗുരു ശ്രീമദ് ശങ്കര ഭഗവത് പാദാചാര്യരുടെ നിശ്ചയപ്രകാരം മലയാള സമ്പ്രദായത്തിലുള്ള പൂജാ സംവിധാനമാണ് ഇവിടെ പിന്തുടർന്നു വരുന്നത്. കീഴ്വഴക്കം അനുസരിച്ച് ചെറുതാഴം സഭായോഗത്തിൽ നിന്നുള്ള നൈഷ്ഠിക ബ്രഹ്മചാരിമാരായ നമ്പൂതിരിമാരാണ് ഈ പൂജ്യസ്ഥാനത്തേക്ക് നിയുക്തരാവുക. പുതിയ നൈബ് റാവലിന്റെ തെരഞ്ഞെടുപ്പ് ജൂലൈ അവസാനമാണ് നടക്കുക. എന്തായാലും എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം, ഇതുപോലെ ബദരീനാഥിൽ കഠിനനിഷ്ഠകളോടെ മലയാളികളുടെ നേതൃത്വത്തിലാണ് പൂജകൾ നടക്കുന്നത് എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.